ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ചില്ലി ചിക്കനുമായിട്ടാണ്. ഈ ചില്ലി ചിക്കൻ ഒരു പ്രത്യേകതയുണ്ട്, ഇതിൽ ക്യാപ്സിക്കം ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ 1/2 കിലോ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സുർക്കയും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറിനാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂ ഡ്രോപ്സ് ഫുഡ് കളർ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഫുഡ് കളർ ആഡ് ചെയ്യാത്തത് ആരോഗ്യത്തിന് നല്ലതല്ലാത്തത് കൊണ്ടാണ്. അതിലേക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഉപ്പ് പോരാന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് 1 ടേബിൾ സ്പൂൺ മൈദയും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് 30 മിനിറ്റ് വെക്കണം. നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ നോക്കാം. 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിയണം ഇതുപോലെ. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും ചെറുതായി അരിയണം ഇതുപോലെ തന്നെ. അതിലേക്ക് 4 പച്ചമുളക് എടുത്തു. ഇതുപോലെ അരിയേണ്ടതാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് സവാള ചേർക്കാം. സവാള ഇങ്ങനെയാണ് അരിയേണ്ടത്. സവാളയുടെ ഫ്ലവർ അടർത്തിയെടുക്കണം. നമ്മൾ ഇതിൽ സ്പ്രിംഗ് ഓണിയനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സവാള എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനേഗർ ഒഴിച്ച് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 30 മിനിറ്റ് ശേഷം നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. ചിക്കൻ 100% ഓയിലിൽ തന്നെ വേവണം. അതുകൊണ്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളെല്ലാം മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. മസാല റെഡിയാക്കാൻ നമ്മൾ ഫ്രൈ ചെയ്ത സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ ചൂടുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ യൂസ് ചെയ്യണ്ട. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് പച്ചമുളകും ചേർത്ത് ഉള്ളിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച സോസ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
മിക്സ് ചെയ്ത് ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. നന്നായി മിക്സ് ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് സോസ് വേണമെങ്കിൽ പുറമേ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ട്. ക്യാപ്സിക്കം ഒന്നും പെട്ടെന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അതിന് കുറച്ച് കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയും വരും. ഓക്കെ, താങ്ക് യു. സീ യു സൂൺ.